ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നല്ലവനും വിശ്വസ്തനുമാകുന്ന സ്വർഗീയ നല്ല പിതാവിൻ്റെ സന്നിധിയിൽ ദൈവനിദ്രാനിൽ ഈ നല്ല പ്രഭാതത്തിൽ വീണ്ടും ഈ 2021 21ാമത്തെ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ വീണ്ടും തിരുവചനമായി വന്നു നിൽപ്പാൻ ഈ എലോഹിം ഗ്ലോബൽ മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ ദൈവം ഇങ്ങനെ ഒരു അവസരം കൂടെ തന്നതോർത്ത് ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനായിട്ട് ഞാൻ തമ്പുരാൻ ഒരുക്കിയ ദേവദാസന് അലക്സാണ്ടർ പാസ്റ്ററിനും കുടുംബത്തിനും അതിൻ്റെ മിനിസ്ട്രിക്കും എല്ലാം വേഗം വരുന്ന ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. തമ്പുരാൻ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നത് പ്രിയ ദേവദാസനിലൂടെ ആയത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലവും മാറ്റമില്ലാത്ത തമ്പുരാൻ്റെ തിരുവെഴുത്ത് തമ്പുരാൻ്റെ സന്നിധിയിൽ ദൈവമക്കളോട് ഈ ഫേസ്ബുക്കിൽ എന്നെ ശ്രവിക്കുന്ന എൻ്റെ ദൈവമക്കളോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിരുന്നത് എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമാകുന്ന സന്തോഷത്തിനും വിടുതലിനും സമാധാനത്തിനും അതുപോലെ ഓരോ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുവാൻ, അതായത് 25 വർഷങ്ങൾക്ക് പുറകോട്ട് എനിക്ക് തിരിഞ്ഞു നോക്കുവാൻ, ഒരു 40 വർഷങ്ങൾക്ക് പുറകോട്ടും പോകുവാനൊക്കെ എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ ദൈവത്തെ അതിയായി സന്തോഷത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കാരണം അതിനെ എനിക്ക് ഒരുക്കി തന്ന അലക്സാണ്ടർ പാസ്റ്ററിനെ ഞാൻ ദൈവനാമത്തിൽ നന്ദിയും എൻ്റെ സ്നേഹവും ഞാൻ അറിയിക്കുന്നു. വീണ്ടും ധാരാളമായി പാസ്റ്ററിനെയും മിനിസ്ട്രിയും ദൈവം ഉപയോഗിക്കട്ടെ. അനേകരുടെ ജീവിതത്തിൽ, അനേകരുടെ കുടുംബജീവിതത്തിൽ, അനേകരുടെ തലമുറയുടെ വിഷയത്തിലൊക്കെ ദൈവം മറുപടി കൊടുത്ത് ദൈവം തമ്പുരാൻ ഈ കാലയളവിലെ ഭാരത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും വേദനയുടെയും എല്ലാം നടുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ അനേക മക്കൾക്ക് അത് ആശ്വാസമായി, തണലായി, വിടുതലായി വ്യാപരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി എൻ്റെ തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം തിരുവെഴുത്തുമായി നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ദൈവമക്കളെ, ഇന്ന് നമ്മളെല്ലാവരും ഒന്നിച്ച് നമ്മൾ ഒരുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. നമ്മൾക്ക് ദൈവം തമ്പുരാൻ തന്ന തിരുവചനം ദൈവത്തിൻ്റെ നാമത്തിൽ നമുക്ക് ഒന്നിച്ച് ഷെയർ ചെയ്ത് അനുഗ്രഹം പ്രാപിച്ച് മടങ്ങി പോകുവാൻ അത് കാരണമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിനായി എന്നെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഞാൻ ഒരു നിമിഷം എനിക്ക് ദൈവം ഇന്ന് പകൽക്കാലം എന്നെ കർത്താവ് ഏൽപ്പിച്ച ദൈവത്തിൻ്റെ തിരുവെഴുത്ത് തമ്പുരാൻ്റെ സന്നിധിയിൽ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം. എൻ്റെ ഇന്നത്തെ വിഷയം ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൽ നമ്മൾ കീഴ്പ്പെട്ട് ദൈവം എന്തു പറയുന്നു അതിന് നമ്മൾ വിനയപ്പെടുക എന്നുള്ളതാണ്. അതിനെ ആധാരമാക്കി എനിക്ക് ദൈവം തമ്പുരാൻ തന്ന തിരുവെഴുത്ത് ഞാൻ വായിക്കുന്നു. ഉൽപ്പത്തി 12-ാം അധ്യായം. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലിയതാക്കും. അതിൻ്റെ 4-ാമത്തെ വാക്കിലേക്ക് വരുമ്പോഴത്തേന് യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. ആമേൻ, സ്തോത്രം. ഈ തിരുവെഴുത്തുകളാൽ ഒരു നിമിഷം നമുക്ക് ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമാകുന്ന സ്വർഗീയ നല്ല കർത്താവെ, അങ്ങ് തന്ന തിരുവെഴുത്തിനായി സ്തോത്രം. ദൈവമേ, അങ്ങ് തന്നെ ശുശ്രൂഷിക്കണം. അങ്ങ് തന്നെ ദൈവമേ ഈ ഫേസ്ബുക്ക് പേജിലൂടെ എൻ്റെ തമ്പുരാനെ കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതൊരു അനുഗ്രഹമായി, വിടുതലായി, ദൈവമേ ആശ്വാസമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ തമ്പുരാൻ തരുന്ന ഈ തിരുവെഴുത്തുകളെ കൈക്കൊണ്ട് അനുസരണയോട് ഞങ്ങൾ മുന്നേറുവാൻ തമ്പുരാൻ സഹായിക്കണം. കർത്താവെ, ആദിയോട് അന്ത്യം പരിശുദ്ധാത്മാവ് തന്നെ ക്രിയ ചെയ്യണം. അങ്ങ് തന്നെ സംസാരിക്കണം. അങ്ങ് തന്നെ ദൈവമേ തിരുവെഴുത്തുകളുടെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരണം. തമ്പുരാനെ, ഞങ്ങൾ ഒന്നിച്ച് ഈ മിനിസ്ട്രിയും അടിയങ്ങളും എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും കുടുംബങ്ങളും ഒരുപോലെ അനുഗ്രഹം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് മടങ്ങിപ്പോകുവാൻ തമ്പുരാൻ സഹായിക്കണം. ആത്മാവിനാൽ എഴുതിയ വചനം ആത്മാവിനാൽ തന്നെ തമ്പുരാൻ ആദിയോട് അന്ത്യം പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ താഴ്ത്തുന്നു കർത്താവേ, എല്ലാ യേശുപ്പച്ചൻ്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. നമ്മളിവിടെ വായിച്ചത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായമാണ്. അതിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. കാരണം അബ്രഹാമിനെ തമ്പുരാൻ വിളിച്ചിറക്കുന്ന ഒരു അവസരമാണ്. അബ്രഹാമിനോട് കർത്താവ് പറയുകയാണ്, നീ നിൻ്റെ ദേശത്തെയും നിൻ്റെ പിതൃഭവനത്തെയും നിൻ്റെ ചർച്ചക്കാരെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ 4-ാമത്തെ വാക്കിലേക്ക് വരുമ്പോൾ അബ്രഹാം അത് അനുസരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കർത്താവ് അബ്രഹാമിന് അരുളിപ്പാട് കൊടുത്തപ്പോൾ അബ്രഹാം
അത് കേട്ട് അത് അനുസരിച്ചു. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി 1 അധ്യായം തൊട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആകാശത്തെയും ഭൂമിയെയും ഒക്കെ ഉളവാക്കിയ തമ്പുരാൻ ഓരോ വിഷയങ്ങൾ നമ്മൾ ആ 1 അധ്യായം തൊട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ അബ്രഹാം ആരായിരുന്നു എന്നും അബ്രഹാമിൻ്റെ കുടുംബം എന്തായിരുന്നു എന്നും നമ്മൾ അതിൻ്റെ 5, 6, 7 ഭാഗങ്ങളൊക്കെ ഇങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ പ്രിയ ദൈവമക്കളെ, നമുക്ക് ദൈവം തമ്പുരാൻ തന്നിരിക്കുന്നത് അബ്രഹാം എങ്ങനെ കർത്താവിനെ കൈക്കൊണ്ടു, എങ്ങനെയായിരുന്നു അബ്രഹാമിൻ്റെ ആത്മീയ ജീവിതം, അബ്രഹാം കർത്താവ് പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു തമ്പുരാനോട് കൂടെയായിരുന്നത്. എന്നാൽ ആ ചിന്തയിലേക്ക് വരികയാണ് നമ്മൾ ഈ വചനത്തിലൂടെ. എന്നാൽ അബ്രഹാമിൻ്റെ പൂർവ്വകാലങ്ങൾ നോക്കുമ്പോൾ അബ്രഹാം ജാതീയമാകുന്ന മണ്ഡലത്തിൽ വിഗ്രഹങ്ങളെ നിർമ്മിച്ചതാകുന്ന പിതാവ്. എന്നാൽ അവിടെയൊക്കെയും പശ്ചാത്തലങ്ങളുണ്ട്. എന്നാൽ അബ്രഹാം ഈ കർത്താവ് ആരാണെന്നറിഞ്ഞ് ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങി. എന്നാൽ കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നീ നിന്റെ ഭവനത്തെയും പിതൃഭവനത്തെയും ചർച്ചക്കാരെയും ദേശക്കാരെയും എല്ലാം വിട്ട് നീ ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് കടന്നു പോകണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ ഇന്ന് പകൽക്കാലം ചിന്തിക്കണമേ. കർത്താവ് നമ്മളോടും പലപ്പോഴും പലതും ഇതുപോലെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പലതും കർത്താവ് നമ്മളോടും പറഞ്ഞിട്ടുണ്ട്. മക്കളെ, നിങ്ങളിങ്ങനെ ചെയ്യണം, നിങ്ങളിങ്ങനെ എൻ്റെ വചനം കേൾക്കണം, ഞാൻ പറയുന്ന വഴിയെ നിങ്ങൾ അനുസരിക്കണം, ഞാൻ പറയുന്നിടത്തേക്ക് നിങ്ങൾ പോകണം. മക്കളെ, നമുക്കതിന് കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവത്തിൻ്റെ മക്കളോട് കൂടെ ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിലും പലപ്പോഴും അബ്രഹാം പറഞ്ഞ് കേട്ടതുപോലെ കേൾക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് കേൾക്കാതിരുന്നത് കൊണ്ടുണ്ടായ നഷ്ടങ്ങളെ, ഭാരങ്ങളെ, പ്രയാസങ്ങളെ, വേദനകളെ. എന്നാൽ തമ്പുരാൻ അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ അബ്രഹാമിന് പണമില്ലാഞ്ഞിട്ടല്ല, നമ്മളവിടെ വായിക്കുന്നുണ്ട്, അബ്രഹാമിന് പണമില്ലാഞ്ഞിട്ടല്ല, പ്രശസ്തി ഇല്ലാഞ്ഞിട്ടല്ല അബ്രഹാം ഇറങ്ങിത്തിരിച്ചത്. അബ്രഹാം ഇറങ്ങിത്തിരിച്ചത് കർത്താവ് ആരാണെന്നുള്ള ബോധ്യം ഉണ്ടായതുകൊണ്ടാണ്. ദൈവം ഈ പണവും പ്രതാപവും സകലതും ഈ ഭൂമിയിൽ തന്ന എൻ്റെ കർത്താവ് ആരാണ് എന്ന് അബ്രഹാമിന് ബോധ്യമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ മക്കളെ, എന്നെ ചിന്തിപ്പിച്ചത് അബ്രഹാം അന്ന് ധനാഢ്യനാണെന്ന് നമ്മളവിടെ കാണുന്നു. അബ്രഹാമിൻ്റെ സ്വത്തിനും പണത്തിനും ഒന്നിനും ഒരു കുറവില്ലെന്ന് നമ്മൾ കാണുന്നു. എന്നാൽ അബ്രഹാം ഒന്നുമില്ലാത്തവനെ പോലെ കർത്താവ് പറഞ്ഞപ്പോൾ എല്ലാം വിട്ടിറങ്ങി, ബന്ധുക്കാരെ, ചർച്ചക്കാരെ, ദേശക്കാരെ എല്ലാം വിട്ടിറങ്ങി കർത്താവ് പറഞ്ഞ വഴിക്ക് തന്നെ അവിടെ തിരിച്ച് ഒരു ചോദ്യം പോലും നമ്മൾ വചനം പഠിക്കുന്നില്ല. നമ്മൾ വചനം നോക്കുമ്പോൾ അബ്രഹാം അനുസരണയുള്ളവനായിട്ട് കർത്താവ് പറഞ്ഞതിന് അപ്പോൾ തന്നെ എല്ലാം ചർച്ചക്കാരെയും പിതൃഭവനത്തെയും എല്ലാം വിട്ട് 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാം ഇറങ്ങുന്നതായിട്ട് കാണുന്നു. എന്നാൽ അബ്രഹാം ഇറങ്ങുന്ന ആമേൻ, സ്തോത്രം, വഴിയിൽ നമ്മളവിടെ അതിൻ്റെ 12 തന്നെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിനുള്ള സമ്പത്തിനെ കുറിച്ച് അവിടെ കാണിക്കുന്നുണ്ട്. അബ്രഹാം ധനാഢ്യനായിരുന്നെന്ന് കാണിക്കുന്നുണ്ട്. അബ്രഹാമിൻ്റെ ബാല്യക്കാരെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും നമുക്ക് നന്നായിട്ടറിയാം അബ്രഹാം ധനാഢ്യനായ കുടുംബത്തിലെയായിരുന്നു. അബ്രഹാമിന് എല്ലാം ഉള്ള ഒരാളായിരുന്നു. എന്നാൽ അബ്രഹാമിന് ഒന്നില്ല എന്ന് അബ്രഹാമിന് മനസ്സിലായി. ദൈവം, ആമേൻ, ദൈവം പറയുന്നതാണ് കേൾക്കേണ്ടത്. എനിക്കിതൊക്കെ തന്നത് എൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. എന്നെ ചിന്തിപ്പിച്ചതാണ് ദൈവത്തിൻ്റെ മക്കളെ. ഞാൻ ആ ഭാഗങ്ങളൊക്കെ ധ്യാനിച്ചപ്പോൾ, ഞാൻ ആ ഭാഗങ്ങളൊക്കെ ഓർത്തപ്പോൾ ഞാൻ ഓർത്തു, ആമേൻ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിലും നമുക്കെല്ലാം ഉണ്ടെങ്കിൽ നമ്മളെല്ലാം, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതമാകുന്ന സാഹചര്യത്തിൽ നമ്മളെല്ലാം ഉള്ളപ്പോൾ നമ്മൾ ദൈവത്തെ അറിയാൻ ഒത്തിരി ബുദ്ധിമുട്ടും. കാരണം നമുക്കെല്ലാം ഉണ്ട്. ഹല്ലേലൂയ. നമുക്ക് പണമുണ്ട്, പ്രതാപമുണ്ട്, നമുക്ക് ഭാരമില്ല, പ്രയാസമില്ല, നമ്മൾ നല്ല സുഭിക്ഷമായി ജീവിക്കുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മളോടും ഒരു പക്ഷേ ദൈവം പറയുവാണെങ്കിൽ നമ്മൾ ചോദിക്കും, അയ്യോ, ഞാൻ എങ്ങനെ എൻ്റെ ചർച്ചക്കാരെ വിടും, ഞാൻ എങ്ങനെ എൻ്റെ ദേശക്കാരെ വിടും, ഞാൻ എൻ്റെ മറ്റുള്ളവരെയൊക്കെ ഞാൻ എങ്ങനെ വിടും, ഇതെല്ലാം വിട്ടിറങ്ങി ഞാൻ എങ്ങനെ പോകും എന്ന് ചിന്തിച്ച് നമ്മളെ പിശാച് പുറകോട്ട് വലിക്കുന്ന അവസരങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഈ പകൽക്കാലം എൻ്റെ ദൈവ മക്കളെ, എന്നാൽ അബ്രഹാം അതല്ല. അബ്രഹാം സകലതും, ആമേൻ, കർത്താവ് പറഞ്ഞതുപോലെ അബ്രഹാം കേട്ടു. അതിൻ്റെ 17-ാമത്തെ അധ്യായത്തിലേക്ക് 12-ാമത്തെ അധ്യായത്തിൽ കർത്താവ്, ഹല്ലേലൂയ, സ്തോത്രം, അബ്രഹാമിനോട് അരുളപ്പാട് ചെയ്യുന്നു എങ്കിൽ 17-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിന് പ്രത്യക്ഷപ്പെടുന്നു. കേൾക്കണമോ ദൈവത്തിൻ്റെ മക്കളെ? അനുസരണയുടെ 1-ാം പടി. ഹല്ലേലൂയ. അബ്രഹാം പറഞ്ഞത് കേട്ടപ്പോൾ എന്ത് ചെയ്തു?
കർത്താവ് അബ്രഹാമിന് പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത്. ആമേൻ. അവിടെ നമ്മൾ വായിക്കുന്ന അബ്രഹാമിനോട് ദൈവം 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക, എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും. ആമേൻ. എങ്ങനെയുള്ളവനാണ് ദൈവം നിയമപാലകനാകുന്നത്? നമ്മൾ പറയും ദൈവം നീതിമാനാണ്, ദൈവം നിഷ്കളങ്കനാണ്. എന്നാൽ ഹല്ലേലൂയ, ഇവിടെ ദൈവം തമ്പുരാൻ അബ്രഹാമിന് പ്രത്യക്ഷനായി. അബ്രഹാം 12-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വിളി കേട്ട് ഇറങ്ങിയെങ്കിൽ 17-ാം അധ്യായത്തിലെ അബ്രഹാമിൻ്റെ മുന്നിൽ കർത്താവ് പ്രത്യക്ഷനായി. ദൈവമക്കളെ, ഇതാണ് നമ്മുടെ കർത്താവ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ പ്രിയ മക്കളെ, നമ്മളും ദൈവത്തിൻ്റെ വിളി കേൾക്കുവാൻ, ദൈവത്തിന് അനുസരണയുള്ളവരായിരിക്കാൻ നമ്മളും മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുന്നെങ്കിൽ, അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ എന്നോടടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളോടും അടുത്ത് വരാം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നോടടുത്ത് വരുവിൻ, നിങ്ങളോട് ഞാൻ അടുത്ത്. കർത്താവിനോട് നമുക്ക് അടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, കർത്താവിനോട് നമ്മൾ അടുക്കുന്നു എന്ന് പറയുകയും ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നിരിക്കുകയും ചെയ്യുന്നു എങ്കിൽ, എൻ്റെ ദൈവത്തിനും ഇതുപോലെ നമ്മുടെ അടുത്ത് വരുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ മക്കളെ, അവിടെ കൊടുത്ത ഒരു പദമുണ്ട്. ആരെ? അബ്രഹാം നിഷ്കളങ്കനായി. തമ്പുരാൻ ആഗ്രഹിക്കുന്നതാണ്. ദൈവം തന്നെ പറയുന്നു, ഞാൻ സർവശക്തനാകുന്ന ദൈവമാകുന്നു. അബ്രഹാമിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അബ്രഹാം ഇറങ്ങിയപ്പോൾ ഞാൻ ആരാകുന്നു എന്ന് ദൈവം അബ്രഹാമിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇന്ന് എന്നെ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പൈതലെ പകച്ചു നിൽക്കുന്ന ഏതൊരു വിഷയത്തിൻ്റെ നടുവിലാണെങ്കിലും, ഈ 2021 നമ്മൾ വിചാരിക്കും പലതിൻ്റെയും മുന്നിൽ നമുക്ക് വിടുതലില്ല എന്ന്. എന്നാൽ ഉണ്ട്. ദൈവം പറയുന്നു, അബ്രഹാമിനോട് പറഞ്ഞ ദൈവം എന്നോട് പറയും. നമ്മൾ പറയുന്നു, അബ്രഹാമിൻ്റെ ദൈവം എൻ്റെ ദൈവം, ഈ ഇസാക്കിൻ്റെ ദൈവം എൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എൻ്റെ ദൈവം. നമ്മൾ പൂർവ്വപിതാക്കന്മാരെ ചേർത്ത് വെച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം ഇന്ന് പകൽക്കാലം പറയുന്നു, അബ്രഹാമിനോടാ പറഞ്ഞത്, ഞാൻ സർവശക്തനാകുന്ന ദൈവമാ, സർവശക്തനാകുന്ന ദൈവമാ, സകലത്തിൻ്റെ ഉടയവനായ ദൈവമാ, നീ ഭയപ്പെടേണ്ട എന്നുള്ളതിൻ്റെ അർത്ഥമാണത്. ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ അർത്ഥമായത്. നീ നേരോടും നിഷ്കളങ്കതയോടും എൻ്റെ മുന്നിൽ നടക്കണം. നീ നേരോടും നിഷ്കളങ്കതയോടും എൻ്റെ മുന്നിലായിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ആ ഒരു നിഷ്കളങ്കതയും നേരും അവിടെ ദൈവത്തമ്പുരാൻ വെളിപ്പെടുത്തുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ പൈതലെ, അബ്രഹാമിൻ്റെ ദൈവം നമ്മുടെയും ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഏത് വിഷയത്തിൻ്റെ മേൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഏത് വിഷയത്തിൻ്റെ മേൽ നമ്മൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇന്ന് ഞാനൊരു ദൂത് വിളിച്ചു പറയാം. എൻ്റെ ദൈവം സർവശക്തനാണ്. എൻ്റെ ദൈവം സർവശക്തനാ. അവന് കഴിയാത്തതായി ഒന്നുമില്ല. എൻ്റെ തമ്പുരാന് കഴിയാത്ത ഒന്നുമില്ല. ഭാരത്തിലൂടെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന മക്കളെ, ദൈവത്തിൻ്റെ വിളിയുടെ മുന്നിൽ നിങ്ങൾ പകച്ചു നിൽക്കുന്നു എങ്കിൽ ഇന്ന് ചിന്തിക്കണമേ. ദൈവത്തിൻ്റെ വിളിയുടെ മുന്നിൽ നമ്മൾ പകച്ചു നിൽക്കുവാനുള്ളതല്ല. വിളിയുടെ മുന്നിൽ നമ്മൾ മുൻപോട്ട് സ്റ്റെപ്പ് വെക്കാനാ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ? ആമേൻ. അബ്രഹാം മുൻപോട്ട് സ്റ്റെപ്പ് വെച്ചു. അപ്പോൾ 17-ാമത്തെ അധ്യായത്തിൽ വന്നപ്പോൾ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. അബ്രഹാമിന് ഉറപ്പ് കൊടുക്കുകയാണ്. അബ്രഹാമിന് ഉറപ്പ് കൊടുത്തിട്ട് പറയുകയാണ്, നീ എൻ്റെ മുൻപിൽ നിഷ്കളങ്കനായി നേരോട്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തെ അനുസരിക്കുക. ഇന്നെന്നെ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ അനുസരണക്കുറവ് കൊണ്ട് ഒരുപാട് വേദനകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ദുഃഖങ്ങളൊക്കെ ദൈവത്തിൽ അനുസരണക്കേട് കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ പലതും ദൈവവചനത്തിലൂടെ നമ്മൾ പഠിക്കുന്നു. ദൈവവചനം അതിനൊക്കെ തെളിവുണ്ട്. ഇന്ന് പകൽക്കാലം എൻ്റെ വിഷയത്തിലേക്ക് തന്നെ ഞാൻ നിൽക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് എൻ്റെ ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ ഒരു തീരുമാനമെടുക്കുന്നു എങ്കിൽ ഈ 2021 ഈ 21-ാമത്തെ ദിവസത്തിൻ്റെ പകൽക്കാലം ഞാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ വിളിച്ചു പറയുന്നു. ഇന്ന് ഹല്ലേലൂയ, ദൈവമക്കളെ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ, നിങ്ങൾ ഒരു സ്റ്റെപ്പ് വെക്കുന്നുവെങ്കിൽ അവൻ 10 സ്റ്റെപ്പ് നിങ്ങളോട് അടുത്ത് വരുന്നവൻ. ഹല്ലേലൂയ. ഏത് വിഷയങ്ങളായിക്കോട്ടെ, ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്നതോ, ഒരു സൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നോ, ആമേൻ, ഹല്ലേലൂയ, അതെല്ലാം എൻ്റെ ദൈവം തരും. എന്നാൽ അതിനപ്പുറമായി നമുക്കൊരു നിത്യതയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ നിത്യതയ്ക്ക് വേണ്ടിയാണ് ഒരുങ്ങുന്നത്. നമ്മൾ കർത്താവിൻ്റെ പ്രാണപ്രിയൻ്റെ ആ വരവെങ്കിൽ എടുക്കപ്പെടുവാനാണ് നമ്മൾ ഒരുങ്ങുന്നത്. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുമ്പോൾ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ വരുമ്പോഴും, പ്രയാസങ്ങൾ വരുമ്പോഴും, വേദനകൾ വരുമ്പോഴും നമ്മൾ മറക്കല്ലേ, നമ്മുടെ ജീവിതത്തിൽ ഇതിവിടം കൊണ്ട് തീരുന്നതാ. ഹല്ലേലൂയ. എന്നാൽ
ഇവിടം കൊണ്ട് ഹല്ലേലൂയ അവസാനിക്കുന്നതല്ല. നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടെങ്കിലേ അവിടെ എത്തിത്തീരത്തുള്ളൂ. ഹല്ലേലൂയ. ഈ കാണുന്നതൊക്കെയും താൽക്കാലികം, എന്നാൽ കാണാത്തതിനു വേണ്ടി നമ്മൾ ഒരുക്കപ്പെടണം. ഹല്ലേലൂയ. അബ്രഹാം എന്ത് ചെയ്തു? കർത്താവിൻ്റെ ആ വിളിയുടെ മുമ്പിൽ സകലതും വിട്ടിറങ്ങി. വഴിയിൽ എന്ത് ചെയ്യുമെന്നോ, അല്ലെങ്കിൽ ഇനി എൻ്റെ മുൻപോട്ടുള്ള യാത്രയിൽ, അല്ലെങ്കിൽ ഞാൻ എല്ലാം വിട്ടിറങ്ങിയപ്പോൾ എല്ലാവരും എന്നെ തള്ളിക്കളയുമോ, ഇനി ഞാൻ എൻ്റെ ചർച്ചക്കാരോ അല്ലെങ്കിൽ എൻ്റെ ദേശമോ അല്ലെങ്കിൽ എൻ്റെ പിതൃഭവനമോ ആരും എന്നെ കൈക്കൊള്ളുകയില്ലയോ എന്ന് ചിന്തിച്ച പകച്ചു നിന്നു എങ്കിൽ അബ്രഹാം ആമേൻ വലിയൊരു ജാതിയുടെ പിതാവായി മാറുകയില്ല. ആമേൻ സ്തോത്രം. കർത്താവിന് അബ്രഹാമിനെ കുറിച്ചൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ദൈവമക്കളെ, നമ്മൾ എവിടെയായിരുന്നാലും, ഏത് ഭവനത്തിൽ ജനിച്ചു എന്നുള്ളതല്ല, ഏത് രാജ്യത്ത് ജനിച്ചു എന്നുള്ളതല്ല, ഏത് വംശത്തിൽ ജനിച്ചെന്നുള്ളതല്ല, ഇന്ന് നമ്മളെ ആമേൻ തിരുവചനം എടുത്തു പറയുന്നു. ഹല്ലേലൂയ. നമ്മൾ ജനിച്ചത് എവിടെയോ, അത് ദൈവത്തിൻ്റെ സൃഷ്ടി, അത് ദൈവം എവിടെയോ ആക്കി. പക്ഷെ തമ്പുരാന് ആവശ്യമുള്ളപ്പോൾ നമ്മളെ തമ്പുരാൻ വിളിക്കും. ആ വിളിയുടെ മുൻപിൽ നമ്മൾ അനുസരണയുള്ളവരായിരിക്കുന്നു എങ്കിൽ, നമ്മൾ അനുസരണയോടെ സ്റ്റെപ്പ് മുൻപോട്ട് വെക്കുന്നു എങ്കിൽ, നമ്മുടെ മുൻപിൽ പ്രത്യക്ഷനാകുന്നതാണ് നമ്മുടെ ദൈവം, നമ്മളോട് സംസാരിക്കുന്നതാണ് നമ്മുടെ ദൈവം. നമ്മൾ വിട്ടിറങ്ങേണ്ടത്, വിട്ട് കളയേണ്ടത് ഒക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു കാലയളവിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ഉൽപ്പത്തി ആമേൻ അല്ലെങ്കിൽ 5:6 വായിക്കുമ്പോൾ നമ്മൾ നോഹയെ കുറിച്ച് കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. നോഹ ആമേൻ അനേക ദൈവം ആകാശത്തെയും ഭൂമിയെയും മനുഷ്യരെയും എല്ലാം തൻ്റെ സാദൃശ്യത്തിൽ, തൻ്റെ സ്വരൂപത്തിലെല്ലാം ആക്കി ഭൂമിയിൽ വെച്ചപ്പോൾ മനുഷ്യൻ വഷളത്വത്തിലേക്ക് പോയി. അത് നമ്മുടെ ഭാഗമല്ലെങ്കിൽ പോലും ഞാൻ അതിനെ ഒന്ന് ടച്ച് ചെയ്തതാണ്. അവിടെ നോഹ ദൈവത്തിന് വേണ്ടി സുവിശേഷമായി നിന്നു. അനേകരുടെ അടുത്ത് വർഷങ്ങൾ വിളിച്ചു പറഞ്ഞു, മനസാന്തരപ്പെടുവിൻ, മടങ്ങി വരുവൻ, ഹല്ലേലൂയ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന. ഹല്ലേലൂയ. എന്നാൽ അന്ന് ആമേൻ എന്നെ ചിന്തിപ്പിച്ച കാര്യം, ദൈവത്തിൻ്റെ മക്കളെ, അന്നും നോഹയെ പൊട്ടനെന്നും നോഹയെ കുറ്റം പറഞ്ഞു ഒക്കെ അനേകരുണ്ടായിരുന്നു. ഇന്നും അതുണ്ട്. ദൈവത്തിൻ്റെ പൈതലെ അഭിഷിക്തന്മാരിലൂടെ, ദൈവമക്കളിലൂടെ, ഇന്ന് ഈ മാധ്യമത്തിലൂടെ അടഞ്ഞു കിടക്കുന്ന ലോകത്തിൻ്റെ നടുവിലെ ആമേൻ സാഹചര്യങ്ങളെല്ലാം നമുക്ക് പ്രതികൂലമായി നിൽക്കുമ്പോൾ ദൈവവചനം കേൾക്കുവാൻ, ശ്രവിക്കുവാൻ, അടുത്തിരിക്കുവാൻ നമുക്ക് കിട്ടിയ ഈ ഒരു ഭാഗ്യത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കണമേ. ഇന്നൊന്ന് ഓർത്ത് നോക്കണമേ. ഞാൻ പറയുന്നു ഹല്ലേലൂയ, ഈ കൊറോണയുടെ കാലമായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുവാൻ, ഏറ്റവും കൂടുതൽ വചനം ധ്യാനിക്കുവാൻ, ഏറ്റവും കൂടുതൽ തമ്പുരാനോട് അടുത്തിരിക്കുവാൻ. ഹല്ലേലൂയ. എൻ്റെ ദൈവമക്കളെ, എനിക്ക് ഏറ്റവും അധികം ആമേൻ ഹല്ലേലൂയ സന്തോഷം തോന്നാറുണ്ട്. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കുവാൻ, ദൈവത്തോട് അടുത്തിരിക്കുവാൻ, കർത്താവേ എന്നൊന്ന് വിളിക്കുവാൻ, ആ പാതാരന്ധത്തിലിരുന്ന് കരയുവാൻ, സമയമില്ലാതെ ഓടിയ തിരക്കുകളിനിടയിൽ അനേകർ കർത്താവിനെ മറന്ന് പോകുന്ന യാത്ര. ഞാൻ പണ്ടൊരു ദിവസം ഹല്ലേലൂയ ഒരു പ്രിയ സഹോദരനോട് പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ടാണോ പോയത്? ഞാൻ വഴിയേറെ നടക്കുന്ന ഇതിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നതെന്ന്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ ആയിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ സമയം ദൈവം തന്നിരിക്കുകയാണ്. നോഹയുടെ കാലത്തെ പോലെ വിളിച്ചു പറയുവാൻ അനേക അഭിഷിക്തന്മാരെ എഴുന്നേൽപ്പിക്കുന്നു, അനേക ദൈവവൃത്യന്മാരെ എഴുന്നേൽപ്പിക്കുന്നു, ദൈവ മക്കളെ എഴുന്നേൽപ്പിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യന്റെ സൃഷ്ടിയിൽ ഇതൊക്കെ പോഷത്വമെന്ന് തോന്നിപ്പോകും. ലോക മനുഷ്യൻ അതൊക്കെ പറയും. ഹല്ലേലൂയ. ഇല്ല, ഒരു ദൈവവൈതലിന് ഒരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തെയും തരണം ചെയ്യുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഈ മഹാമാരിയോ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ആമേൻ സാധ്യതകളോ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഉടയവനായ ദൈവം നമുക്ക് വാതിലുകളെ തുറക്കും. നമുക്ക് വേണ്ടി ഹല്ലേലൂയ ആ സ്വർഗത്തിലെ അപ്പൻ ഹല്ലേലൂയ ആ അബ്രഹാമിൻ്റെ അടുത്ത് വന്നതുപോലെ നമ്മളോടും വന്ന് പറയും. നമ്മളെയും വിളിച്ചിറക്കിയിട്ട് തമ്പുരാൻ വഴിയിലിട്ടിട്ട് പോകത്തില്ല. നമ്മളോടും പറയും, ഞാൻ സർവശക്തനാകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നീ എൻ്റെ മുന്നിൽ നേരോടും നിഷ്കളങ്കതയോടും നടക്കുന്നെങ്കിൽ ഞാൻ നിനക്ക് ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് പകൽക്കാലം അബ്രഹാമിൻ്റെ ആ ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ആ അബ്രഹാമിൻ്റെ ബോധ്യം നമുക്കുണ്ടോ? നോഹ ഹല്ലേലൂയ അവിടെയും കൊടുത്തിട്ടുണ്ട്. നോഹ നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു ദൈവത്തിന്. ആമേൻ. എന്നാൽ പിന്നത്തേതിന് ആമേൻ ഭൂമിയെ നശിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? നോഹയും കുടുംബത്തെയും രക്ഷിച്ചു. ദൈവമക്കളെ, ഈ കാലയളവിൽ അത് തന്നെയാണ് ദൈവം പറയുന്നത്. നിങ്ങൾ പെട്ടകത്തിൽ കയറണമെങ്കിൽ, നിങ്ങൾക്ക് ഈ രക്ഷ വേണമെങ്കിൽ കർത്താവ് ഹല്ലേലൂയ നിങ്ങൾ ഒരുക്കപ്പെടുക, നിങ്ങൾ സ്റ്റെപ്പ് വെക്കുക. നിങ്ങൾ ലോകത്തെ നോക്കാതെ, മനുഷ്യരെ നോക്കാതെ. മക്കളെ, മനുഷ്യർ പലതും പറയും, ലോകം പലതും പറയും. നമ്മുടെ ഈ ലോകത്തിലെ, അതായത് സങ്കീർത്തനക്കാരൻ പറയുന്നു, ഒരു മനുഷ്യന്റെ ആയുസ് 70 ഏറിയാൽ 80. ആമേൻ. ഓക്കെ, അതിലപ്പുറവും ദൈവം തമ്പുരാൻ ദീർഘായുസ്സോടിരുത്തുന്നവരുണ്ട്. എങ്കിലും ഞാൻ ഇന്ന് പകൽക്കാലം പറയട്ടെ, ഈ ഇത്രയും കാലത്ത്
ജീവിതം ഒരു ഞൊടിയുടെ നേരം കൊണ്ട് അത് തീർന്നു പോകും. എന്നാൽ ഓരോ ദൈവ പൈതലിനും ഇന്ന് എന്നെ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പൈതലെ ഞാൻ ആത്മാർത്ഥമായി, ഞാൻ സ്നേഹത്തോടെ ഞാൻ എല്ലാവരോടും പറയുകയാണ്, നമുക്ക് ഒരുക്കപ്പെടണം. നമ്മൾ കൈവിട്ടു പോകുവാനല്ല, നമ്മളും ആ പെട്ടകത്തിൽ കയറേണ്ടവരാ. നമ്മൾ നശിച്ചു പോകുവാനുള്ളവരല്ല, നമ്മൾ ആ പെട്ടകത്തിൽ കയറുവാനുള്ളവർ. നേരോടും നിഷ്കളങ്കതയോടും നിർമ്മലതയോടും നടക്കുന്ന ഒരു ദൈവ പൈതലിനെയും ഒരു അഭിഷിക്തരെയും ഒരു ദൈവമക്കളെയും വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തെക്കുറിച്ചൊന്ന് അറിയുമ്പോൾ ദൈവമക്കളെ, ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ അബ്രഹാമിനെ പോലെ കിടന്ന ഒരു പശ്ചാത്തലം, ജാതീയമാകുന്ന പശ്ചാത്തലം എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെ ഞാൻ അന്ന് വിചാരിച്ചിരുന്നതൊക്കെയും എല്ലാ ദൈവവും ഒരുപോലെയാണെന്ന് ഹല്ലേലൂയ ഇന്നെന്നെ കേൾക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടുവാൻ എൻ്റെ തമ്പുരാൻ എന്നെ സ്നേഹിച്ചത് എത്ര വലിയ ഭാഗ്യമാണ്. എന്നെ സ്നേഹിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് തിരുവഴുത്ത് ഇങ്ങനെ പറയുന്നു, എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും എൻ്റെ പുത്രൻ്റെ സന്നിധിയിൽ വരുന്നില്ല. ഹല്ലേലൂയ. പിതാവ് ആകർഷിക്കണം മക്കളെ. അതിനെന്ത് വേണം? നേരും വിശ്വസ്തതയും അനുസരണയും നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മൾ ദൈവമാണെന്നും ദൈവം തന്നെയാണ് നമ്മളെ നടത്തുന്നതെന്നും തമ്പുരാനാണ് നമ്മൾക്ക് ഈ ലോകത്തിൽ തന്നിരിക്കുന്നത് സർവ്വത്തിൻ്റെ ഉടയവനെന്നും നമുക്ക് ബോധ്യം വന്നാൽ ഹല്ലേലൂയ, നമ്മൾ ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഓട്ടോമാറ്റിക്കായി നമ്മൾ ദൈവത്തോട് അടുക്കും. നമുക്ക് ദൈവമെന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളത്തിൽ നമ്മളത് നേരോട് കൈക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവം നീതിമാനോട് നീതിമാന, നിഷ്കളങ്കനോട് നിഷ്കളങ്കന, വക്രനോട് വക്രന. ഹല്ലേലൂയ. നമ്മളെ ദൈവവചനം ദൈവം തമ്പുരാൻ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ പൈതലെ ഞാൻ പറയട്ടെ, ഇവിടെ അബ്രഹാമിന് പ്രത്യക്ഷനായി. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അബ്രഹാം ഒന്നിനും ദൈവത്തെ മർദ്ദരിച്ചതായി നമ്മൾ കാണുന്നില്ല. നമ്മൾ മുൻപോട്ട് വായിക്കുമ്പോൾ അബ്രഹാം എവിടെയൊക്കെ ആയിരുന്നോ അവിടെയെല്ലാം കൂടാരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തിന് വേണ്ടി യാഗപീഠം പണിതു, ദൈവത്തിന് വേണ്ടി നിന്ന അഭിഷിക്തനാണ് അബ്രഹാം. ഇന്ന് അബ്രഹാമിനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മൾ അബ്രഹാമിൻ്റെ ദൈവമെന്ന് പറയണമെങ്കിൽ അബ്രഹാം ദൈവത്തോട് കൂടെ ഇരുന്ന അവസരങ്ങളെ ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്നാൽ ഇന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ ഇറങ്ങി അബ്രഹാമിന് പ്രത്യക്ഷനായി, ഞാൻ നിന്റെ ദൈവമാണെന്ന് ഉറപ്പ് കൊടുത്തു. എന്നാൽ 22-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ, അവിടെ അബ്രഹാമിന് ദൈവം ഒരു പരീക്ഷണം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലുമുണ്ട്. കാരണം പരീക്ഷണങ്ങൾ തരുന്നത് എന്തിനാണെന്ന് നമ്മൾ അബ്രഹാമിൻ്റെ 22-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്. 22:1. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമെ എന്ന് വിളിച്ചതിനെ ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ നീ ഇസാക്ക് എന്ന നിന്റെ ഏകജാതനായ നീ സ്നേഹിക്കുന്ന തന്നെ ജാതനായ ഇസാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ യാഗം കഴിക്കുക. ആമേൻ. സ്തോത്രം. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ അബ്രഹാമിനെ വിളിക്കുകയാണ്. ഒരു ഭാഗത്ത് അരുളിപ്പാട് ചെയ്തു, ആമേൻ, ഇറങ്ങി അബ്രഹാം കേട്ടു. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുക അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായി. മൂന്നാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോടടുക്കും തോറും ദൈവമക്കളെ പരീക്ഷിക്കുന്നത് എന്തിനാ? പരീക്ഷണങ്ങൾ എന്തിനാ? നമ്മളെ പണിയുവാൻ, നമ്മളെ ദൈവത്തിങ്കിലേക്ക് അതിയായി നമ്മളെ കൊണ്ടുപോകുവാൻ. എൻ്റെ ദൈവത്തിൻ്റെ പൈതലെ, ഇവിടെ അബ്രഹാമിൻ്റെ ഏകജാതൻ, നമുക്കതിൻ്റെ പശ്ചാത്തലം അറിയാം. കുഞ്ഞുങ്ങളില്ലാതെ ആ വാർദ്ധക്യത്വം ദൈവം നിറവേറി കൊടുത്തതാ. അവിടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്ത്? അബ്രഹാമിൻ്റെ പൈതൽ ഇസാക്കിനെ യാഗത്തിനായി മോറിയ മലയിലേക്ക് കർത്താവ് പറയുകയാണ്, നീ സ്നേഹിക്കുന്ന നിന്റെ കുഞ്ഞിനെ ഇസാക്കിനെ നീ എനിക്ക് യാഗമായി തരിക. ദൈവമക്കളെ, അബ്രഹാം ഒന്നും പറഞ്ഞില്ല, തിരിഞ്ഞൊന്നും പറഞ്ഞില്ല. അവിടെ നമ്മൾ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അപ്പോൾ തന്നെ
അത് കർത്താവിൻ്റെ ആ വിളിയുടെ മുന്നിലെ, കർത്താവ് പറഞ്ഞ ആ വാക്കിന് മുന്നിലെ തൻ്റെ ഏകജാതനായ പുത്രനെ ദൈവമക്കളെ ഇന്ന് പകൽ ഓർക്കണമേ. ദൈവത്തോടുള്ള നമ്മുടെ അനുസരണം, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം, ദൈവത്തോടുള്ള നമ്മുടെ അടുപ്പം, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളും അങ്ങനെ ആകുന്നുണ്ടോ എന്നൊന്ന് തിരിഞ്ഞു ചിന്തിക്കുവാൻ, നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം കഴിയട്ടെ. ആ ഏകജാതനായ പുത്രനെ ആദ്യം സമ്പത്തും ചർച്ചക്കാരെയും സകലതും വിട്ട് തമ്പുരാൻ പറഞ്ഞപ്പോൾ അതുപോലെ അനുസരിച്ചു അബ്രഹാം. എന്നാൽ പിന്നത്തേതിന് തമ്പുരാൻ അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. അബ്രഹാമിനോട് പറഞ്ഞു, നീ ഭാരപ്പെടേണ്ട, ഞാൻ സർവശക്തനായ ദൈവമാ. ഹല്ലേലൂയ. പിന്നെയോ, നീ നിഷ്കളങ്കനായി നേരോട് നിന്റെ മുന്നേ നടക്കുക. ദൈവം പിന്നത്തേതില് അബ്രഹാമിന് കൊടുത്തു, നിന്റെ ഏകജനാഥനായ പുത്രനെ എനിക്ക് താ, എനിക്ക് വേണ്ടി നീ യാഗം കഴിക്കേ. എന്നാൽ അവിടെയും അബ്രഹാം പുറവുറപ്പില്ലാതെ ഞാനിതാ എന്ന് പറയുന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. അബ്രഹാം തന്റെ ഏകജാതനായ പുത്രനെ, ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങളായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ ദൈവം തമ്പുരാൻ തന്നു. ദൈവമേ, ഞാൻ ഓർക്കും, ദൈവമേ, ഞങ്ങളായിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഞാനായിരുന്നെങ്കിൽ എനിക്ക് ഭാരം തോന്നിയേനെ. കർത്താവേ, നീ തന്നിട്ടെടുക്കുവാണോ എന്ന് ചോദിച്ചു പോയേനെ. എന്നാൽ അബ്രഹാം ഒന്നോടെ പറയുന്നതായിട്ട് കാണുന്നില്ല. ദൈവം ഇതല്ലേ, അബ്രഹാം തന്റെ ഹല്ലേലൂയ തന്റെ ബാല്യക്കാരെയും കുതിരയെല്ലാം ഒരുക്കി നമ്മളവിടെ പുറപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാ യാഗപീഠത്തിനുള്ള സാഹചര്യങ്ങളും ഒരുക്കി മോറിയാമലയിലേക്ക് പോകുന്ന 3 ദിവസത്തെ വഴി എന്നാണ് ആ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ 3 ദിവസത്തെ വഴിയില് നാം ഒന്നാ ചിന്തിക്കണമേ. ഒരുപക്ഷെ അബ്രഹാമിന്റെ ഹൃദയത്തിന് വേദനകൾ ഉണ്ടായിരുന്നായിരിക്കാം. എങ്കിലും ആ ദൈവം പറഞ്ഞ വാക്ക് 17-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞു, ഞാൻ സർവശക്തനാ, ഞാൻ സർവശക്തനാ, നീ എൻ്റെ കൂടെ നിഷ്കളങ്കനായി നീതിയോടെ എൻ്റെ മുന്നേ നടക്കുന്നത് കൊണ്ട് ഞാൻ സർവശക്തനായ ദൈവമായി, എനിക്ക് കഴിയാത്ത ഒന്നുമില്ല. അവിടെയും ഹല്ലേലൂയ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അബ്രഹാമിന്റെ വേദന ഉള്ളിലൊതുക്കി ഇന്നെന്നെ കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പൈതലെ, ഏത് വിഷയത്തിന് വേദനയിലൂടെ, ഭാരത്തിലൂടെ, പ്രയാസത്തിലൂടെ, ഏതിന് വിടുതലില്ലയോ എന്ന് ചോദിക്കുന്ന, അല്ലെ രോഗമായിക്കോട്ടെ, നമ്മളെ ഹല്ലേലൂയ കർത്താവിനെ ദൈവമാണെന്നും എൻ്റെ സർവശക്തനായ ദൈവം എനിക്ക് അത്ഭുതങ്ങളെ ചെയ്യും, എൻ്റെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ എൻ്റെ ദൈവത്തെ പകുതിയല്ല, എൻ്റെ ദൈവത്തെ കുറച്ചല്ല, എൻ്റെ ദൈവത്തെ പൂർണ്ണമായിട്ട്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ എൻ്റെ തമ്പുരാനെ ആരാധിക്കണമെന്ന്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് പ്രഭാതത്തിലെ നമ്മളിന്ന് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ എൻ്റെ അപ്പനെ കൈക്കൊള്ളുവാൻ എൻ്റെ തമ്പുരാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. അബ്രഹാം പൂർണ്ണ മനസ്സോടെ ആ 3 ദിവസത്തെ വഴി, ആ 3 ദിവസത്തെ ദൂരം ഒന്ന് അളക്കണമേ. എത്ര ദൂരമുണ്ട്? എൻ്റെ കർത്താവ് ആ മലയിലേക്ക് അബ്രഹാമിനെ വിടുന്നതിന് ഉദ്ദേശമുണ്ട്. എൻ്റെ ദൈവം അവിടെ അബ്രഹാമിലൂടെ നടക്കണേ. അബ്രഹാം പറഞ്ഞു, നീ ഈ ജാതികളുടെ പിതാവാകും, ദൈവം വലിയൊരു ജാതിയാക്കുമെന്ന് പറഞ്ഞിരിക്കുക. അതിൻ്റെ പ്രോസസ് അവിടെ നടക്കുകയാണ്. ഹല്ലേലൂയ. പുറകോട്ടൊന്ന് നോക്കണമേ. അബ്രഹാമിനെ വിളിച്ചിറക്കിയതിൻ്റെ ഉദ്ദേശങ്ങൾ നിവൃത്തിയാകുവാൻ പരീക്ഷണത്തിലേക്ക് ദൈവം കടത്തിവിടുകയാണ്. ആ പരീക്ഷണം കൊണ്ട് അബ്രഹാം ബലം പ്രാപിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, എന്നിലൊരു ചിന്ത. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ ഹല്ലേലൂയ ഒരു ദൈവവൃത്തിനിട്ട ഒരു സന്ദേശം എനിക്ക് കേൾക്കുവാൻ ഇടയായി. ഒരു തോട്ടക്കാരൻ, സ്തോത്രം, ആ തോട്ടക്കാരന് ഹല്ലേലൂയ പല വിത്തുകളും പാകുവാൻ ഇടയായി, ആ ചെടികൾ നടുവാൻ ഇടയായി. എന്നാൽ അതിൽ ലില്ലിച്ചെടി എന്ന ഒരു വൃക്ഷം നട്ടിരുന്നു. എന്നാൽ അതിന്റെ കൂടെ നട്ടിരുന്ന വൃക്ഷങ്ങളെല്ലാം വളർന്നു. അത് 1-2 വർഷങ്ങളായപ്പോഴത്തേന് അതിന് ഫലം കായ്ച്ചു. ഹല്ലേലൂയ. ഈ ലില്ലിച്ചെടി മാത്രം എന്ത് ചെയ്തില്ല? വളർന്നില്ല. അത് മണ്ണിനടിയിൽ തന്നെ ആയിപ്പോയി. അത് മണ്ണിൽ നിന്ന് മേലോട്ട് വരുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഈ വളർന്ന ചെടികളെല്ലാം 2-3 വർഷം കൊണ്ട് ഫലം കൊടുക്കാൻ തുടങ്ങി. എന്നാൽ 2 വർഷമായി, 3 വർഷമായി, 4 വർഷമായി, 5-ാമത്തെ വർഷം ചെറിയൊരു മുള ലില്ലിച്ചെടിയുടെ മേളിലോട്ട് വരാൻ തുടങ്ങി. ലില്ലിച്ചെടി ആ മേളിലോട്ട് വന്ന മുള അതിവേഗത്തിൽ വളരുവാൻ തുടങ്ങി. അത് ഉടനെ വളർന്നു, മറ്റുള്ള ചെടിയേക്കാൾ ഉയരങ്ങളിലേക്ക് പോകുവാൻ തുടങ്ങി. സ്തോത്രം. അപ്പം ഈ തോട്ടക്കാരനോട് ലില്ലിച്ചെടി ചോദിച്ചു, എനിക്കെന്താ സംഭവിച്ചേ? എന്നെ കൂടെ നട്ടതല്ലേ അവരെയെല്ലാം, എന്നാൽ അവരെല്ലാം വളർന്നല്ലോ, അവരെല്ലാം ഫലം കായ്ച്ചല്ലോ, പക്ഷേ എനിക്കെന്താ സംഭവിച്ചേ? തോട്ടക്കാരൻ പറഞ്ഞു, ഹല്ലേലൂയ, അല്ലയോ ചെടിയെ, നിന്നെ നട്ടത് ഹല്ലേലൂയ നീ ആഴത്തിലേക്ക് വേരൂന്നാനാ. നീ മണ്ണിനടിയിലിരുന്നത്, നിന്റെ വേരുകൾ ആഴത്തിലേക്ക് പോകുകയായിരുന്നു. നിന്റെ വേര്
വേരുകൾ വെള്ളത്തോട് ആമേൻ അനുഭവപ്പെടുകയായിരുന്നു. നീ അവിടെ നട്ടതിനെ അവിടെ വേരൂന്നി ബലം പ്രാപിക്കുവാനായിരുന്നു. നീ വളർന്ന് പന്തലിക്കുമ്പോൾ, അല്ലെങ്കിൽ നീ വളർന്ന് മേലോട്ട് വരുമ്പോൾ ഒരു കാറ്റോ മഴയോ മേമാരിയോ എന്ത് വന്നാലും നിന്നെ തകർത്ത് കളയുവാൻ ഇടവരരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ, സ്തോത്രം. ആ ചെടിക്ക് ആ തോട്ടക്കാരൻ കൊടുക്കുന്ന നിർദ്ദേശം ഒന്ന് ശ്രദ്ധിക്കണമേ. നമ്മൾ ഹല്ലേലൂയ മത്തായി സുവിശേഷം 27:24-25 വരുമ്പോൾ അവിടെ 2 ഭവനത്തെ ദൈവം കാണിക്കുന്നുണ്ട്. ആമേൻ, പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം, ആമേൻ, മണലിന്മേൽ അടിസ്ഥാനമിട്ട ഭവനം, പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം. കാറ്റോ കോളോ മഴയോ എന്ത് വന്നാലും അത് തകർന്നു പോകുകയില്ല. അതേത് പാറ? ക്രിസ്തുവാകുന്ന പാറ. ആമേൻ. ഇവിടെയും തോട്ടക്കാരൻ പറയുകയാണ്, നീ താമസിച്ചത്, നീ 4-5 വർഷം നിന്നെ അവിടെ ആ മണ്ണിനടിയിൽ ഇട്ടിരുന്നത്, ആമേൻ, നിനക്ക് ഫലം കായ്ക്കുവാൻ, നീ വളർന്നു വലുതാകുമ്പോൾ നിന്നെ ആർക്കും എടുത്തു പറിച്ചു കളയുവാൻ, അല്ലെങ്കിൽ നീ ഒരു പ്രതിസന്ധികളിലൂടെ കടന്നു വരുമ്പോൾ നീ അവിടെ നഷ്ടപ്പെടുവാൻ പാടില്ല. ഹല്ലേലൂയ. അപ്പോൾ ആ ചെടി പറയുന്ന ഒരു കാര്യമുണ്ട് തോട്ടക്കാരനോട്, ഇനി എനിക്കെന്താണ്, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഹല്ലേലൂയ. കേൾക്കണമോ ദൈവത്തിന്റെ പൈതലേ? ആ ചിന്ത എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. ഹല്ലേലൂയ. അത് തോട്ടക്കാരൻ കോടാലി എടുത്തുകൊണ്ട് വന്നു ആ വൃക്ഷത്തെ വെട്ടുവാനിടയായി. ആമേൻ. അതിനെ വെട്ടിയിട്ട് കഷ്ണങ്ങളാക്കി. അത് ഹല്ലേലൂയ. അപ്പോൾ ആ വൃക്ഷം വിചാരിച്ചു, ഓ, അവിടെ അങ്ങനെയാണ് ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്. ആ വൃക്ഷം വിചാരിച്ചു, തീർന്നു, ഇവിടം കൊണ്ട് എൻ്റെ എല്ലാം അവസാനിച്ചു. ഞാൻ ഇത്രയും വളർന്നു പന്തലിച്ചു, അല്ലെങ്കിൽ ഞാൻ വളർന്നു ഇത്രയും ഉയരത്തിലെത്തി, പക്ഷേ ഇനി എനിക്കില്ല. ഇവിടം കൊണ്ട് ഞാൻ എൻ്റെ ഹല്ലേലൂയ വളർച്ച തീർന്നു പോയി. എന്നെ തോട്ടക്കാരൻ വെട്ടി. ആമേൻ, സ്തോത്രം. എന്നാൽ തോട്ടക്കാരന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ദൈവത്തിന്റെ പൈതലെ, തോട്ടക്കാരൻ അതിനെ കീറി. തോട്ടക്കാരൻ വർഷങ്ങളായി വെള്ളം ചെല്ലാതെ, ആമേൻ, ആ നിലങ്ങൾ വരണ്ടു കിടന്നു. ആ നിലങ്ങളിലൊന്നും ആമേൻ ഫലം കായ്പാൻ, അല്ലെങ്കിൽ ഫലപുഷ്ടി ഉണ്ടാക്കുവാൻ, ആ കൃഷി ചെയ്യുവാൻ കഴിയാതിരുന്ന സ്ഥാനത്തേക്ക് എന്ത് ചെയ്തു? ഇതിനെ ആമേൻ കീറി. അത് നമ്മുടെ ഇതിൽ പറയുവാണെങ്കിൽ ഒരു മോട്ടറായി ഉപയോഗിച്ചു. ആമേൻ. അതിനെ ചാലുകളായി ഇതിൻ്റെ ആ 2 ശിഖരങ്ങളും നടുകെ കീറി അതിനെ ശിഖരങ്ങളാക്കി, അതിൻ്റെ ആമേൻ ചാല് പോലെയാക്കി ആ വയലിലേക്ക് വെള്ളം തളിക്കുവാനിടയായി. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവം നട്ടത്, ദൈവം ആഴത്തിലേക്ക് ആമേൻ അതിൻ്റെ ആമേൻ വേരൂന്നിച്ചത്, ഹല്ലേലൂയ, പിന്നീട് ആമേൻ അത് വളർന്നു വന്നപ്പോൾ അത് എന്തിനു വേണ്ടി ആയിരുന്നു എന്ന് ആമേൻ തോട്ടക്കാരനോട് ചോദിക്കുമ്പോൾ തോട്ടക്കാരന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ആമേൻ. ആ മരം കൊണ്ട് കൂടെ നിന്ന മരങ്ങളെല്ലാം വളർന്നു, പക്ഷേ അതൊക്കെ ഫലം കൊടുത്തു. എന്നാൽ ഈ ആമേൻ ലില്ലിച്ചെടിക്ക് ദൈവത്തിനൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു. അതിനെ കൊണ്ട് ഈ വയൽ നനയ്ക്കുവാൻ കഴിയും. അനേകർക്ക് ഈ വയൽ കൊണ്ട് നേട്ടം. ഹല്ലേലൂയ. ആ വയലിലെ വിളവ് എന്നുകൊണ്ട് നിന്നുപോയതാ. എന്നാൽ ഇനി ഈ വയൽ നനയ്ക്കണമെങ്കിൽ ഹല്ലേലൂയ വെള്ളമെത്തണം. ആ വെള്ളമെത്തണമെങ്കിൽ എൻ്റെ പൊന്നു ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരുമാണ് ആ ലില്ലിച്ചെടി. അനേക വയലുകൾ വരണ്ട് കിടക്കുമ്പോൾ, അനേക വയലുകൾ ആമേൻ ഹല്ലേലൂയ ആഹാരമില്ലാതെ ഭാരപ്പെടുമ്പോൾ, ഏതെല്ലാം വിഷയത്തിന് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വെള്ളമായി നമ്മളെ ഓരോരുത്തരെയും ഒരു ചാല് പോലെ ഒഴിക്കുവാൻ, അതിൽ നിന്ന് പുഷ്ടി ഉണ്ടാക്കുവാൻ, അതിന് വേണ്ട കർത്താവ് ആമേൻ വലിച്ചെടുക്കുവാൻ അനേകർക്ക് ആമേൻ ഹല്ലേലൂയ. അവിടെ പറഞ്ഞത് ആ വയൽ നനച്ചു, ആ വയലിന് വിളവുകളായി. ആമേൻ ഹല്ലേലൂയ. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, കണ്ണുനീരോട് വിതയ്ക്കുന്നവൻ ആർപ്പോട് കൊയ്യും, വിത്ത് വേദനയോടും തിരുക്കത്തോടും വിതയ്ക്കുന്നു എങ്കിൽ കറ്റാമേ ആർപ്പോട് കൊയ്തു കൊണ്ടുവരുന്ന ആ കളപ്പുര ആമേൻ ആർപ്പിൻ്റെ ആയി. ആമേൻ ചുറ്റുപാടുകൾ ഓടി വന്നു. ആമേൻ ഹല്ലേലൂയ. അപ്പോൾ ആ തോട്ടക്കാരൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ ഈ ലില്ലിച്ചെടിയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഈ ചെടിയാണ് എൻ്റെ ഈ വയൽ നനച്ചത്. ഈ ചെടി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ വയലിനെ ആമേൻ ഫലപുഷ്ടിയാക്കിയത്. എൻ്റെ കർത്താവിന് മഹത്വം കൊടുക്കണം. എൻ്റെ ദൈവം ഉണ്ടായതുകൊണ്ട്, എൻ്റെ കർത്താവ് ആമേൻ നമ്മുടെ കൂടെ ഇരുന്നത് കൊണ്ട്, നമ്മളെ നട്ടുപോയ ആമേൻ നമ്മൾ നഷ്ടപ്പെടാതെ, നമ്മളെ വേര് അടുത്തിലേക്ക് ഊന്നുവാൻ, നമ്മുടെ ആമേൻ ഹല്ലേലൂയ നമ്മൾ തകർന്നു പോകരുത്, നമ്മൾ കാറ്റടിക്കുമ്പോൾ നമ്മൾ വീണു പോകരുത്. ഇതെല്ലാം നമ്മുടെ തമിരുന്ന അരുമനാഥൻ നോക്കിയിരുന്നു. നമ്മളെ ഫലപുഷ്ടിയാകുവാനാകുന്ന സമയമാകുമ്പോൾ അതിനെ പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിന്റെ പൈതലെ ഏത് ഗുഹത്തിരുന്നാലും ആ മണ്ണിന്റെ അടിയിൽ വർഷങ്ങളായി കിടന്നുവെങ്കിലും ആ ലില്ലിച്ചെടിക്കൊരു ദേശം ഉണ്ടായിരുന്നു. ആമേൻ ഞാൻ ഇവിടം കൊണ്ട് തീർന്നു പോയി എന്ന്. എന്നാൽ തോട്ടക്കാരൻ ആമേൻ ഹല്ലേലൂയ, തോട്ടക്കാരൻ അറിയാം, ആ തോട്ടക്കാരന്റെ വിത്ത് മേളി വരും, അത് വിതയ്ക്കാൻ വേണ്ടി വെള്ളം തരുന്ന ഒരു ചെടിയായി മാറും. ഹല്ലേലൂയ. പിന്നത്തേതിലെ ഹല്ലേലൂയ ആ നിലം കൊയ്യുന്നതും ആർപ്പോട് വിളിക്കുന്നതും ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും ഇതാണ് നമ്മളെ
കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെയും നമ്മൾ നോക്കണമേ, ആമേൻ, അബ്രഹാമിനെ ദൈവം പറഞ്ഞത് ഞാൻ നിനക്ക് ജാതികളുടെ പിതാവാക്കുമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തം കിടക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറുവാൻ ദൈവം ശോധനകൾ തരും, വേദനകൾ തരും. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അതിനപ്പുറമായി തമ്പുരാന്റെ ഒരു പ്ലാൻ ഉണ്ട്. അവന് വേണ്ടി ഒരു പദ്ധതി ഒരുക്കി വെച്ചിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. അബ്രഹാമിനെ ഇറക്കിയപ്പോൾ, അബ്രഹാമിനെ വിളിച്ചപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ പൈതലെ, ഒരു പക്ഷേ അബ്രഹാമിനും അറിയില്ല എന്തൊക്കെയാണ് ദൈവത്തിന്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതെന്ന്. ദൈവം ചോദിച്ചത് ഒരു മകനെ ചോദിച്ചപ്പോൾ കൊടുത്തു. പക്ഷേ ആ മകനെ യാഗത്തിനായി തിരിച്ചു ചോദിക്കുമോ എന്നറിഞ്ഞില്ല. ദൈവത്തിന്റെ പൈതലെ, അതൊക്കെ ദൈവം നമുക്ക് ജീവിതത്തിൽ തരുന്നതാ. ഹല്ലേലൂയ. എന്നാൽ അതിനപ്പുറത്ത് ദൈവം അതിന്റെ സൊല്യൂഷനും കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പാട്ടുകാരൻ പാടുന്നത് പോലെ നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ ശോധന. എന്നെ പണിതെടുത്തൊരു പൊന്നാക്കി പുറത്തു കൊണ്ടുവരുവാൻ, എന്നെയും നിങ്ങളെയും പണിതെടുത്തൊരു പൊന്നാക്കി പുറത്തു കൊണ്ടുവരുവാൻ. ഇന്ന് ആത്മാർത്ഥമായി ഞാൻ പറയട്ടെ, ഞാൻ സ്നേഹത്തോട് ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ 40 വർഷങ്ങൾക്ക് പുറകിലോട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒത്തിരി ആത്മാർത്ഥതയോടെ, ഞാൻ ദൈവസ്നേഹത്തോടെ എൻ്റെ സൺഡേ കോഴ്സ് പാസ്റ്ററിനെ ഞാൻ ആമേൻ, ഹല്ലേലൂയ, ദൈവനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം എൻ്റെ 40 വർഷം എന്ന് പറയുമ്പോൾ എൻ്റെ ചെറുപ്രായത്തിൻ്റെ സമയങ്ങളിലേക്ക് എൻ്റെ ഒരു അഭിഷേക്തന് കുടുംബം ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ഈ ഫേസ്ബുക്ക് പേജിലൂടെ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത് കണ്ടപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ഹൃദയം ആനന്ദിച്ചു. ഇതാണ് ദൈവമക്കളെ ഒരു അഭിഷേക്തനെ, ഒരു ദൈവമക്കളുടെ പ്രത്യാശ. ഞാൻ പോയി ഒന്ന് പ്രാർത്ഥിച്ചത്, അല്ലെങ്കിൽ ഞാനൊരു വിത്ത് ദൈവം എന്നിലൂടെ ഇട്ടത്, ദൈവമേ അത് വളർന്നല്ലോ, അത് ലോകത്തിന്റെ അനുരൂപമായി പോകാതെ, ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് കാണുന്നതാണ് ഒരു ദൈവ പൈതലിന്റെയും ഒരു അഭിഷിക്തന്റെയും ഒരു സഭയുടെയൊക്കെ സന്തോഷമെന്ന് ഞാൻ തിരിച്ചറിയുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അന്ന് എൻ്റെ വീട്ടിൽ വന്ന ആ പ്രിയ മാതാവും പിതാവും ആ ദൈവദാസൻ എന്നൊരു ശുശ്രൂഷയുടെ മുഖത്തിരിക്കുന്ന 40 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ സമയത്ത് വേദനയിലൂടെ സൈക്കിളിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആ അഭിഷേക്തന്റെ കുടുംബം, ഞങ്ങളുടെ കുടുംബമൊക്കെ ഒരു വീട് പോലെ കഴിഞ്ഞുകൊണ്ടിരുന്നതാ. അന്ന് ആ പ്രിയ മക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ പൈതലെ, ദൈവം ആമേൻ വിതയ്ക്കുന്നുവെങ്കിൽ, ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിക്കുന്നു എങ്കിൽ ദൈവം തമ്പുരാൻ അതിന്റെ സമയത്ത് അതിന്റെ പ്രവൃത്തി ചെയ്യും. ഹല്ലേലൂയ, ആമേൻ. എന്നാൽ 12 വർഷം ഞാൻ വീണ്ടും ഭർത്താവിനെ അറിഞ്ഞിട്ടും എൻ്റെ സാഹചര്യങ്ങളെ നോക്കി, അതാണെന്ന് ഞാൻ പകൽക്കാലം പറഞ്ഞത്. ഞാനും അബ്രഹാമിന്റെ വിളിയുടെ മുന്നിൽ അബ്രഹാം അനുസരണയോട് ചെയ്തെങ്കിൽ അനുസരണയില്ലാത്ത നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞാൻ ആ വിളിക്ക് ആമേൻ ആകാതെ വണ്ണം എനിക്ക് കുഞ്ഞിനെ കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു മതി, ഇതുകൊണ്ട് രണ്ടിലും കൂടെ ഇങ്ങനെ പോകാമെന്ന്. എന്നാൽ തക്ക സമയം വന്നപ്പോൾ ദൈവത്തിന്റെ പൈതലെ, ദൈവം അതാതിൻ്റെ സമയത്ത് സകലതും നന്നായി ചെയ്യുന്ന ദൈവമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തിനൊരു സമയമുണ്ട്, ദൈവത്തിന്റെ സമയത്ത്. പക്ഷെ ആ സമയം കേൾക്കുമ്പോൾ നമ്മൾ വിനയപ്പെടുവാൻ, നമ്മൾ ഒരുക്കപ്പെടുവാൻ, നമ്മൾ താഴ്ത്തി കൊടുക്കുവാൻ, കർത്താവേ ഞാൻ ഇതായെന്ന് പറയുവാൻ ആമേൻ, സ്തോത്രം, തയ്യാറാകുന്നു എങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തുടങ്ങും. അനേകരെ തീയിൽ നിന്ന്, അനേകരെ വെള്ളത്തിൽ നിന്ന്, അനേകര് ആമേൻ കർത്താവിനെ അറിഞ്ഞ് ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ. അതാണ് എന്നെയും നിങ്ങളെയും കുറിച്ച് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിലെ ദൈവത്തിന് നമ്മളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതിൻ്റെ ഒരേ ഒരു ഉദ്ദേശം സ്വർഗരാജ്യത്തിൽ എത്തുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവം ആ ജീവനുള്ളതെന്ന് മനസ്സിലാക്കി മറ്റുള്ളവരെയും ഈ സ്നേഹത്തിലേക്ക്, ഈ ആമേൻ ഹല്ലേലൂയ, ഈ നിത്യതയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ്, ദൗത്യമാണ് നമ്മുടെ ഹല്ലേലൂയ ശുശ്രൂഷ മണ്ഡലങ്ങൾ. അതിന് അനേക ദൈവവൃത്യന്മാരെ, അനേക ദൈവമക്കളെ ലോകത്തിലെ രാജ്യത്ത് ഇന്ന് ആമേൻ സ്തോത്രം തിരിഞ്ഞു നോക്കുമ്പോൾ ഹല്ലേലൂയ അടഞ്ഞു കിടക്കുന്ന വാതിലുകളൊക്കെ ആണെങ്കിലും തുറന്നു കിടക്കുന്ന മാധ്യമങ്ങളിലൂടെ അനേക കുഞ്ഞുങ്ങളെ ആമേൻ വായിലൂടെ തമ്പുരാൻ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം ആമേൻ എത്തിക്കുന്നുണ്ട്. അത് നോഹ വിളിച്ചു പറഞ്ഞതുപോലെ ആമേൻ ദൈവരാജ്യം, നമ്മുടെ കർത്താവിന്റെ വരവ് എപ്പോഴെന്ന് നമ്മൾ അറിയുന്നില്ല. എന്നാൽ എൻ്റെ ദൈവത്തിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു, എൻ്റെ പ്രാണപ്രിയന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ലോക സംഭവങ്ങൾ അത് വിളിച്ചു പറയുന്നു. ദൈവമക്കളെ, നമ്മൾ എന്തിനു വേണ്ടിയാ നമ്മൾ കുറച്ചു കാലത്തെ ഈ ലോകത്തെ ഈ ലോകത്തിൽ നമ്മൾ എന്ത് നേടുവാനാണ്? നമുക്കൊന്നും നേടുവാനില്ല. നമുക്ക് നേടുവാനുണ്ട് ഈ വലിയ രക്ഷ, ഈ നല്ല ദൈവത്തെ നേടുവാനുണ്ട്, ഈ
ഈ നല്ല നാഥൻ്റെ ആമേൻ പൊന്നുപാദത്തിൽ നമ്മൾ എത്തുവാനുണ്ട്. സ്വർഗീയ രാജ്യത്ത് നമ്മൾ അവകാശികളാകുവാനുണ്ട്. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ പ്രാണപ്രിയൻ അതിനു വേണ്ടിയാ അവസാനത്തെ തുള്ളി രക്തവും മാംസവും നമുക്ക് വേണ്ടി തന്നത്. നമ്മുടെ പാവങ്ങളെ ഏറ്റ്, നമ്മുടെ ശാപങ്ങളെ ഏറ്റ്, കാൽവരിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയണമേ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഏകജാതനായ പുത്രനെ മോറിയ മലയിലേക്ക് കൊണ്ടുപോയി നമ്മൾ അതിൻ്റെ 22 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ എൻ്റെ ഹൃദയം ആമേൻ വേദനിക്കാറുണ്ട്. കാരണം ഹല്ലേലൂയ അബ്രഹാം അവിടെ ഒന്ന് തിരിഞ്ഞ് പിറുവിറുത്തതായിട്ടോ ഒന്ന് ചിന്തിച്ചതായിട്ട് പോലും വചനം നമ്മളെ പഠിപ്പിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ ആ മാതാവ് അല്ലെ ഒരു പിതാവ് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ എന്നാൽ ആരോടും പറയാതെ, സ്വന്തം മകനോട് പോലും പറയാതെ, ഒരു പക്ഷേ മകനോട് പറഞ്ഞിരുന്നുവെങ്കിലും ദൈവം അവൻ ചോദിക്കുമ്പോഴും അബ്രഹാം മകനോട് പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളും. കേൾക്കണമോ ദൈവത്തിൻ്റെ പൈതലേ, ഇതാണ് തമ്പുരാൻ. ഹല്ലേലൂയ. അബ്രഹാം പറഞ്ഞത് യഹോവ കരുതിക്കൊള്ളും. ആ വാക്കിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ ആഴത്തിലൊന്ന് ചിന്തിക്കണമേ. യഹോവ കരുതി. ആ മോറിയ മലയുടെ മുകളിൽ ദൈവം കരുതി. അബ്രഹാം വിശ്വാസത്തോട് പറഞ്ഞു. ഹല്ലേലൂയ. ആ 3 ദിവസത്തെ വഴിയാത്രയിൽ അവിടെ ചെന്ന് ആ മോറിയ മലയിൽ ചെന്ന് തൻ്റെ കുഞ്ഞിനെ യാഗത്തിന് വേണ്ടിയെല്ലാം ഒരുക്കി യാഗപീഠം പണിതു. ഹല്ലേലൂയ. ഇന്നെന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നമ്മൾ ആമേൻ വചനം കേൾക്കുമ്പോൾ അതിൻ്റെ ആഴം കൂടെ മനസ്സിലാക്കണമേ. ആ ഒരു പിതാവ് വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ ഹല്ലേലൂയ അവസാനത്തിലെ നിമിഷത്തിലെ ആമേൻ അബ്രഹാമിന് കൊടുത്ത ആ ഏകജാതനായ പുത്രന, ആ പുത്രനെയാണ് യാഗത്തിന് വേണ്ടി കല്ലുകൾ പിറക്കി യാഗവസ്തു ഉണ്ടാക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണമേ. ആ പിതാവിൻ്റെ ഉള്ളം എന്തായിരിക്കുമെന്ന്. നമ്മൾ വേദനപ്പെടുന്ന ഏതെല്ലാം വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനെനിക്ക് മറുപടി ഉണ്ടോ? ഇനി എനിക്ക് വേണ്ടി ആര് പ്രവർത്തിക്കും? ഞാൻ എന്നെല്ലാം നഷ്ടപ്പെട്ടു. ആമേൻ ഹല്ലേലൂയ. ആ നഷ്ടപ്പെടലിൻ്റെ ആമേൻ ആ അവസാന നിമിഷത്തിലെ ദൈവം ആമേൻ എല്ലാം ശൂന്യമെന്ന് കാണുന്ന സമയത്താണ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്താണ് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. എൻ്റെ ദൈവം ആരെന്ന് വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അബ്രഹാം പറക്കി കുഞ്ഞിൻ്റെ കാലും കൈയും കെട്ടി നമ്മളവിടെ വായിക്കുന്നു. യാഗപീഠത്തിന്മേലെ കുഞ്ഞിനെ വെച്ചു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൈതലേ, നമ്മൾ ഓർക്കണമേ, സ്വന്തം പിതാവ് തൻ്റെ കുഞ്ഞിനെ യാഗത്തിന് വേണ്ടി ഒരുക്കപ്പെടുമ്പോൾ ആമേൻ യാഗപീഠത്തിന്മേൽ വെക്കുമ്പോഴും ആ പിതാവിൻ്റെ ഉള്ളിൽ യാതൊരു ആമേൻ പുറമേ കാണിക്കാതെ ആമേൻ ആ കത്തിയെടുക്കുന്ന സമയത്തും ഇന്നെന്നെ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആമേൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, നീ നഷ്ടപ്പെട്ടു പോയി, ഇനി എനിക്ക് മുൻപോട്ടില്ല, ഇനി ഞാനൊന്നും ചെയ്യുന്നില്ല, ഇതുകൊണ്ട് മതി എന്ന് വെക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഇല്ല, നിനക്ക് വേണ്ടി സ്വർഗം പ്രവർത്തിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഈ 2021 21ാമത്തെ ദിവസം ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ഏത് വിഷയത്തിന്റെ മുന്നിൽ നീ മടക്കി വെച്ച അധ്യായത്തെ ദൈവം തുറക്കാൻ പോകുന്നു. ആമേൻ ഹല്ലേലൂയ. എൻ്റെ ദൈവം സർവശക്തനാ. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ സർവശക്തനായ ദൈവമാ. ഹല്ലേലൂയ. ഇന്ന് നമ്മളോടും പറയുന്നു, ഞാൻ സർവശക്തനാ. എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? എൻ്റെ യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇല്ല. ഇന്ന് ഏത് വിഷയത്തിന്റെ മുന്നിൽ ഇന്ന് പ്രഭാതത്തിൽ ഭാരത്തോടിരിക്കുന്നോ, പ്രയാസത്തോടിരിക്കുന്നോ, അല്ലെങ്കിൽ ആമേൻ ഹല്ലേലൂയ തലമുറയുടെ വിഷയമാണോ? കർത്താവേ, നീ ആമേൻ പ്രവർത്തിക്കുവാൻ ശക്തനാ, നീ ആമേൻ എനിക്ക് മതിയായ ദൈവമാണെന്ന് പറഞ്ഞു ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ മുന്നിൽ, ദൈവത്തിന്റെ വിളിയുടെ മുന്നിൽ നമ്മളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? നമ്മൾ അനുസരണയുള്ളവരായി ഒന്നിരിക്കാമോ? ദൈവ ആമേൻ അനുസരണയുള്ളത് അമ്മേൻ ഹല്ലേലൂയ പ്രവൃത്തിയെയാണ് ദൈവം മാനിക്കുന്നത്. നമ്മൾ അനുസരിക്കുവാൻ തയ്യാറായാൽ, നമ്മൾ നിഷ്കളങ്കരായിരിക്കുവാൻ തയ്യാറായാൽ, നമ്മൾ ആമേൻ ഹല്ലേലൂയ നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കാതെ ലോകത്തിലോട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലോട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ അനുസരണക്കേടൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇന്ന് പകൽക്കാലം അതിനെയൊന്നെല്ലാം ഒന്ന് വിട്ടുകളഞ്ഞ് അതിനെയെല്ലാം ഒന്ന് മാറ്റി നമ്മൾ ആമേൻ മുൻസാനം എൻ്റെ പ്രിയന് വേണ്ടി ഒരുക്കുന്നുവെങ്കിൽ എൻ്റെ കർത്താവ് ആരാണെന്നുള്ള ആ വെളിപ്പാട്, നമ്മുടെ കർത്താവ് ആരെന്നുള്ള ആ ദർശനം, നമ്മുടെ ദൈവം ആരാണെന്ന് ഹല്ലേലൂയ അബ്രഹാമിന് ആദ്യം അരുളിപ്പാട് കൊടുത്തു. പിന്നത്തേതിൽ അവന് പ്രത്യക്ഷനായി, പിന്നത്തേതിൽ വരുമ്പോൾ അവനെ പരീക്ഷിക്കുവാൻ ദൈവം ഒരുക്കപ്പെടുന്നു. ആമേൻ. ആ പരീക്ഷണത്തിലും അബ്രഹാം ജയിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, ഇതാണ് കർത്താവ്. ഇന്ന് വിശ്വസിക്കെ ഏത് വിഷയമാണെങ്കിലും എൻ്റെ ദൈവത്തെ പോലെ ഒരു ദൈവമില്ല, എൻ്റെ ദൈവത്തെ പോലെ ഒരു ധർമ്മനാഥൻ ഈ ഭൂമിയിലില്ല. ജീവനുള്ള ദൈവമായ എൻ്റെ ദൈവം അനേക വിഷയങ്ങളുടെ മുന്നിൽ, അനേക പ്രതിസന്ധികളുടെ മുമ്പിൽ, അനേക ദിവസങ്ങളിൽ ആമേൻ എൻ്റെ ദൈവത്തെ വെളിപ്പെടുത്തി തരുവാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എനിക്ക് ആമേൻ
പറയുവാൻ കഴിയും, എൻ്റെ കർത്താവ് ജീവനുള്ള ദൈവമാ. എൻ്റെ ദൈവത്തെ പോലെ ഒരു ദൈവം ഭൂമിയിലില്ല. എൻ്റെ ദൈവം സർവശക്തൻ തന്നെയാ. അവന് കഴിയാത്ത ഒന്നുമില്ല. എൻ്റെ അപ്പൻ്റെ സന്നിധിയിൽ നമ്മൾ മുഴങ്കാലുകളെ മടക്കി ആമേൻ അബ്രഹാമിനെ വിളിച്ചപ്പോൾ ഞാനിതാ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ മോറിയ മലയിൽ കൊണ്ടുപോയി ആമേൻ ദൈവം അബ്രഹാമിന് വേണ്ടി ആട്ടിൻപറ്റനെ ഒരുക്കിയെങ്കിൽ ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോൾ, കഴിഞ്ഞ ദിവസം ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ പൈതലെ ഇങ്ങനെ ഒത്തിരി ഹാമേൻ ഹൃദയത്തിൽ എനിക്ക് ഹാമേൻ ദുഃഖവും അതോടൊപ്പം എനിക്ക് സന്തോഷവും തോന്നി. കാരണം ഹല്ലേലൂയ, അവിടെ അബ്രഹാം യാഗപീഠം പണിയുമ്പോൾ യാഗപീഠത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോൾ ഒന്നും കണ്ടില്ല ആടിനെ. എന്നാൽ ആമേൻ ഏകയാതനായ പുത്രനെ ആ യാഗപീഠത്തിലേക്ക് വെച്ച് കഴിഞ്ഞ് കത്തിയെടുക്കുവാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കർത്താവ് വിളിച്ചു ആമേൻ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. അവിടെയോ അബ്രഹാം ആമേൻ ഞാനിതാ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവിടെ തിരിഞ്ഞു നോക്കുമ്പോൾ ആട്ടുകുട്ടനെ കണ്ടു. ദൈവത്തിൻ്റെ പൈതലെ അറിയാം, അബ്രഹാം ആമേൻ യാഗപീഠം പണിഞ്ഞണം ദൈവം ആലയത്തിനായിട്ട് ഒരുക്കപ്പെടുത്തുകയായിരുന്നു. അവിടെ ദൈവം ആമേൻ എന്തിനു കൊണ്ടുപോയി ഈ 3 ദിവസത്തെ വഴി ആമേൻ ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ പൈതലെ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് മനസ്സിലാവത്തില്ല. പിന്നത്തേതിൽ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് അയ്യോ ഈ ദുഃഖങ്ങള്, ഈ ഭാരങ്ങള്, ഈ വേദനയിലൂടെ എന്നെ കടത്തിവിട്ടത് എൻ്റെ ദൈവം ഇതിനേക്കാൾ അപ്പുറം വലിയ കാര്യങ്ങളെ ചെയ്യുവാനാണ്. ആമേൻ യാഗപീഠം പണിയുവാൻ ആ 3 ദിവസത്തെ യാത്ര വേദനയുടെ യാത്രയായിരുന്നുവെങ്കിൽ ആ യാഗപീഠത്തിൽ എത്തിക്കുന്നത് വരെയും ആ കുഞ്ഞിനെ കൊണ്ട് കിടത്തുന്നത് വരെയും എന്നെ അബ്രഹാമിൻ്റെ വേദന ആരോടും പറയാതെ, ബാല്യക്കാരോട് പറയാതെ, സ്വന്തം പ്രിയപ്പെട്ടവളോട് പറയാതെ, ആരോടും പറയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ ആമേൻ ഏതെല്ലാം വിഷയത്തിന് ആരോടും പറയുവാൻ കഴിയുന്നില്ല എന്ന് ചിന്തിച്ച്, ഏതൊക്കെ വിഷയത്തിന് എനിക്ക് ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞാലും അത് നടക്കുകയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുമ്പോൾ അവരെ ഞാൻ നിന്ദിക്കും പരിഹസിക്കുമെന്ന് ചിന്തിക്കുന്ന വിഷയത്തിന് എൻ്റെ തമ്പുരാൻ പറയുന്നു, നിന്റെ വേദന മാറാൻ പോകുകയാ. നീ ദൈവത്തോടടുക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ യാഗപീഠം പണിയുവാൻ നീ ഒരുക്കമാണെങ്കിൽ, ആ യാഗപീഠത്തിന് വേണ്ടി നീ ഹാമേൻ കല്ലുകളെ പറക്കുവാൻ നീ ഒരുക്കമാണെങ്കിൽ, നിന്റെ ഹാമേൻ ഹല്ലേലൂയ നീ ഏതെല്ലാം സാഹചര്യത്തിൽ നിന്നും വിട്ടിറങ്ങി നിന്റെ ദൈവത്തിന് വേണ്ടി നീ മുഴങ്കാൽ മടക്കി ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് കരയുന്ന ദൈവത്തിന്റെ പൈതലെ നിന്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷനാവും. ദൈവ ശബ്ദം നീ കേൾക്കും. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ എന്നോട് സംസാരിച്ച നിമിഷങ്ങളുണ്ട്, ദിവസങ്ങളുണ്ട്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദൈവത്തിന്റെ ഈ വചനം ധ്യാനിക്കുമ്പോൾ അന്ന് ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ, നമുക്കറിയത്തില്ല ദൈവം സംസാരിക്കുമോ. അന്ന് എനിക്കറിയത്തില്ല ദൈവം സംസാരിക്കുമോ. ഞാൻ വിളിച്ച ദൈവങ്ങളൊന്നും സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് ദൈവത്തെ അറിയാതെ ആയിരിക്കുന്ന പലർക്കും സംശയങ്ങൾ വരാം. ഉണ്ട് മക്കളെ, അതിനൊന്ന് അടുത്ത് വന്നാൽ ദൈവം സംസാരിക്കും. ദൈവം നമ്മളോട് പറയും, കുഞ്ഞെ അത് ചെയ്യരുത്, കുഞ്ഞെ നീ ആ വഴിയിലേക്ക് പോകരുത്, കുഞ്ഞെ നിനക്കതുള്ളതല്ല. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ അപ്പൻ. ഒരു ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ എൻ്റെ വലംകരം പിടിച്ചിരിക്കുക. നമ്മുടെ വലംകരം പിടിക്കുന്ന ദൈവമാ. ഒരു കുഞ്ഞിന്റെ കയ്യിൽ പിടിച്ച് ഒരപ്പനും അമ്മയും നടത്തുന്നത് പോലെ നമ്മുടെ അപ്പൻ ഓരോ ദിവസവും നമ്മുടെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് വേണ്ടുന്നതൊക്കെയും നൽകി തന്ന്, വേദനകളുണ്ട്, ശോധനകളുണ്ട്, ഭാരങ്ങളുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നമ്മുടെ ഹാമേൻ ലോകപരമായി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ ശിക്ഷിക്കാറില്ലേ? നമുക്ക് ഹാമേൻ ആ ശിക്ഷ നമുക്ക് പ്രയാസത്തിനാണോ? അല്ല. പിന്നത്തേതിലെ അത് നല്ലതായി വരുവാൻ നമുക്ക് ശിക്ഷണ ആവശ്യമാ. ദൈവം നമ്മളെ അത് പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കാരണം ശിക്ഷിച്ചെങ്കിൽ മാത്രമേ അത് കൊള്ളാവുന്നവരായി മാറുകയുള്ളൂ. യെരമ്യാ പ്രവചനത്തിന് 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്ന യെരമ്യാവിനെ ആമേൻ കുശവന്റെ വീട്ടിലേക്ക് ദൈവം അയക്കുന്നു. ഹല്ലേലൂയ. കുശവന്റെ വീട്ടിൽ യെരമ്യാവ് ആമേൻ ചക്രത്തിന്മേൽ പാത്രം പണിയുന്നു. ആ പാത്രം കയ്യിൽ ചീത്തയായി പോയി. ഹല്ലേലൂയ. അരുളിപ്പാട് കൊടുത്തു. കർത്താവ് ഇറക്കി. അവിടെ ചെന്നപ്പോൾ ആ കണ്ട കാഴ്ച ആമേൻ കുശവൻ പാത്രം പണിയുന്നു ചക്രത്തിന്മേൽ. ആ പാത്രം കയ്യിൽ ചീത്തയായി. എന്നാൽ അവനിഷ്ടമുള്ളതുപോലെ പണിയുവാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ അരുളിപ്പാട് വീണ്ടും കേട്ടു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ നിന്നോട് അരുളിപ്പാട് തരും. ആമേൻ ഹല്ലേലൂയ. കേൾക്കണമേ, നമ്മളെ നടത്തുന്ന ദൈവത്തെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ദൈവം പറഞ്ഞു, ആമേൻ യെരമ്യാവേ നീ ആമേൻ ഹല്ലേലൂയ കുശവന്റെ വീട്ടിൽ
വിട്ട് ചെല്ലേ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ നിന്നോട് അരുൾപ്പാട് തരും. ആമേൻ. അരുളിപ്പാട് തരുമെന്ന് പറഞ്ഞവൻ ആ സ്പോട്ടിൽ അവിടെ ചെന്നപ്പോഴാണ് കൊടുത്തത്. അറിയാമോ? ഹല്ലേലൂയ. എന്താ കർത്താവ് എന്നിട്ട് ചോദിക്കുന്നു, ഇതുപോലെ എനിക്കും നിങ്ങളോടായിക്കൂടായോ? ആമേൻ. ദൈവത്തിൻ്റെ പൈതലേ, ആ ഭാഗം ഒന്ന് ചിന്തിക്കുമ്പോൾ, അവിടെ നിന്ന് നിൽക്കുമ്പോൾ കർത്താവിന് നമ്മളെ കൊണ്ട് ആമേൻ ഉടയ്ക്കുവാനും ആമേൻ പണിയുവാനും നല്ല പാത്രമാക്കി പുറത്തു കൊണ്ടുവരാനും, നീ വിനയപ്പെടുന്നില്ലെങ്കിൽ അതിനെ നീക്കിക്കളയാനും ദൈവത്തിന് കഴിയുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അവിടെ വിനയപ്പെടുന്നുവെങ്കിൽ, ആ കുശവന്റെ കയ്യിലെ ആ കളിമണ്ണ് പോലെ നമ്മൾ നേൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, ഓ റാമാനൈശ്വര, ഓ ഹല്ലേലൂയ, നമ്മൾ തകർക്കപ്പെടുന്നത്, നമ്മൾ ഉടയപ്പെടുന്നത്, ഒരു പാത്രം പണിയണമെങ്കിൽ അതിൻ്റെ പ്രോസസ്സിലൂടെ എല്ലാം കടന്നു പോകണം. എന്നാൽ ഹല്ലേലൂയ പിന്നത്തേതിൽ അതിന് ആമേൻ മന്യപാത്രമായി അത് പുറത്തു കൊണ്ടുവരുവാനാ ആ കുശവൻ ചെയ്തതുപോലെ ആമേ എനിക്ക് നിങ്ങളോട് ചെയ്തുകൂടായോ? ആ ചോദ്യത്തിന് മുന്നിൽ ഇന്ന് പകൽക്കാലം ഒന്ന് നിൽക്കണമേ. ആമേ. ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിന് സകലതും കഴിയും. എൻ്റെ ദൈവത്തിന് സകലതും കഴിയും. വിനയപ്പെടുവാൻ, ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ, ആമേൻ, ഞാനൊരു നല്ല പാത്രമായി, കർത്താവേ ഞാനൊന്നുമില്ല എന്നൊന്ന് പറയുവാൻ, കർത്താവേ എന്നെ ഒന്നിനും കൊള്ളാത്തവളാണ് ഞാൻ, അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു, അങ്ങേക്ക് ഇഷ്ടമുള്ള ഒരു പാത്രമായി എന്നെ പഠിക്കണമേ എന്നൊന്ന് പറയുമ്പോൾ, എൻ്റെ ദൈവത്തിൻ്റെ പൈതലേ, 2021 നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാന്യപാത്രമായി പുറത്തു വരുവാൻ, ദൈവത്തിന് പ്രയോജനമുള്ള പാത്രമായി പുറത്തു വരുവാൻ എൻ്റെ സ്വർഗത്തിൽ ദൈവം ആഗ്രഹിക്കുന്നു. അതിനായി നമ്മളൊന്ന് വിനയപ്പെട്ടേ മതിയാവും, നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ മതിയാവും, നമ്മൾ വില കൊടുത്തേ മതിയാവും. എൻ്റെ അപ്പൻ നമുക്ക് വില തന്നില്ലേ? അവൻ്റെ ചങ്കിലെ ചോര തന്നില്ലേ? നമ്മളൊന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്കേ. നമ്മുടെ പ്രാണപ്രിയൻ നമുക്ക് തന്ന വേദനയും നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടതയും നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത് ഓർക്കുമ്പോൾ നമ്മൾ എൻ്റെ പ്രാണപ്രിയന് വേണ്ടി എന്ത് ചെയ്യുന്നു? നമ്മൾ നമ്മുടെ പ്രാണപ്രിയനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്ന് ആത്മാർത്ഥമായി ഞാനൊന്ന് വിളിച്ചിട്ട് പറയുന്നു, ദൈവമക്കളെ, നമ്മുടെ കഷ്ടത്തിൽ കൂടെ ഇരുന്ന, നമ്മളെ ഈ രക്ഷ തന്ന് നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ അരുമനാഥനെ നമുക്ക് കാണണമെന്നുള്ള ആഗ്രഹമുണ്ടോ? പലതിനും നമുക്ക് ആഗ്രഹമുണ്ട്, ലോകത്തിൽ പലതിനും നമുക്ക് ആഗ്രഹമുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്നവരാ. ഓക്കെ, അത് ശരിയാണ്. പക്ഷേ നമ്മുടെ ആഗ്രഹം ഒന്നാമതായി, എന്നെ ഈ ഭൂമിയിൽ ഇത്രത്തോളം കരം പിടിച്ച് നടത്തിയ, എന്നെ ഇത്രത്തോളം സ്നേഹിച്ച, എന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ, എല്ലാവരും എന്നെ വെറുത്തപ്പോൾ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാരത്തിലിരുന്നപ്പോൾ, എൻ്റെ രോഗത്തിലിരുന്നപ്പോൾ, എൻ്റെ കഷ്ടതയിലിരുന്നപ്പോൾ, എൻ്റെ കൂടെ ഇരുന്ന് എന്നെ അരമനാഥൻ എന്നെ സ്നേഹിച്ചു. ആ അതിൻ്റെ പൊന്മുഖം എനിക്ക് കാണണമെന്നുള്ള പ്രത്യാശ ഇന്ന് പകൽക്കാലം ഈ 2021 ഓരോ ദൈവമകളുടെ ഹൃദയത്തിലേക്ക് ആഴമായി ചെല്ലട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പൈതലേ, എൻ്റെ സമയത്തിൻ്റെ പരിമിതിയായിരിക്കാൽ ഞാൻ ആമേൻ വീണ്ടും നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. ഈ 2021 ഈ പ്രഭാതത്തിൽ എന്നെ കേട്ട എല്ലാ ദൈവമക്കളും എൻ്റെ പ്രാണപ്രിയന് വേണ്ടി ഒരുങ്ങണം, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം. ആ ദൈവത്തിൻ്റെ വാക്കിന് മുന്നിൽ എൻ്റെ കർത്താവ് അബ്രഹാമിനെ വിളിച്ചപ്പോൾ അനുസരണയോട് കേട്ടതുപോലെ അബ്രഹാമിൻ്റെ വിളിയുടെ മുന്നിൽ ദൈവം പ്രവർത്തിച്ച ദൈവം, അവൻ സർവശക്തനാ, അവൻ സർവയാഭിയാ. അബ്രഹാമിനെ സ്നേഹിച്ച ദൈവം നമ്മളെ സ്നേഹിക്കും. എനിക്ക് സമയം തന്ന എല്ലാ ആവശ്യത്തിനായ അലക്സാണ്ടർ പാസ് മിനിസ്ട്രിക്കും, അതുപോലെ ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും, എന്നെ ശ്രവിച്ച എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടി ഞാൻ സ്നേഹത്തോടും ആത്മാർത്ഥതയോടും ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെ എല്ലാവരെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമുക്ക് അവസരങ്ങൾ തരട്ടെ. ആമേൻ.